ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ആധിപത്യം വീണ്ടെടുക്കുന്നതിന് ഇറാനെ നിർവീര്യമാക്കേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും വളരുന്ന ഇറാൻ്റെ വളർച്ച ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങളെ തടയുന്ന ഒരു വടി തന്നെയാണ്. അതിനവർ ഏത് ചെകുത്താന്മാരുമായും കൂട്ടുകൂടുന്നു. ഇറാനിൽ നിന്നും സിറിയ വഴി ലെബനോനിലെ ഹിസ്ബുള്ളയ്ക്കുള്ള ആയുധങ്ങൾക്കുള്ള സപ്ലൈ ലൈൻ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ അബു മുഹമ്മദ് അൽ ജൂലാനിയുടെ സംഘവുമായി കൂട്ടുചേർന്ന് അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കുന്നത്. എന്നാൽ അസദ് ഭരണകൂടം വഴിമാറിയതോടെ 1800 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഗോലാൻ കുന്നുകൾ കൈയടക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. നിലവിൽ ഗോലാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള 1200 ചതുരശ്ര കിലോമീറ്റർ ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. ബാക്കി പ്രദേശങ്ങൾ ബഫർ സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ആ പ്രദേശങ്ങൾ കൂടി കൈയടക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തെക്ക് യാർമൂക്ക് നദിയും പടിഞ്ഞാറ് ഗലീലി കടലും അതിരുകളായുള്ള ലെബനോനിൽ നിന്നും ഗോലാനിലൂടെ ഒഴുകുന്ന ജോർദാൻ നദിയും ഹസ്ബാനി നദിയും സുപ്രധാനമായ പല ജലസ്രോതസ്സുകളുമുള്ള ബസാൾട്ടിക് പാറയാൽ വളരെ സവിശേഷമായ ഒരു പ്രദേശമാണ് ഈ ഗോലാൻ കുന്ന് എന്ന് പറയുന്നത്. 25,000 ഇസ്രായേലികൾ അനധികൃതമായി താമസിക്കുന്ന ഈ പ്രദേശത്ത് 30ലധികം സെറ്റിൽമെൻറ്റുകളാണ് ഇസ്രായേൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് കൂടുതൽ വികസിപ്പിക്കാനായി ബാക്കി പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിന് തുരങ്കം വയ്ക്കുന്ന പുതിയ വാർത്തയാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും വരുന്നത്. ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത് എന്ത് വില കൊടുത്തും തടയും എന്നാണ് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് പറയുന്നത്. 1974 സിറിയൻ കരാറിനെ ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ആരാണ് ഇസ്രായേലിന് ഈ ഭൂമികൾ പിടിച്ചെടുക്കാൻ അധികാരം നൽകിയത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് ഒരു അനധികൃത കുടിയേറ്റമാണ്. ഇതിനെ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. വേണ്ടി വന്നാൽ ഞങ്ങൾ ഇവിടേക്ക് റഷ്യൻ സൈന്യത്തെ അയക്കാൻ വരെ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ഈ ഗോലാൻ കുന്നുകളിലുള്ള സെറ്റിൽമെൻറ്റുകളെ വികസിപ്പിക്കാനും അവിടെ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാനും വേണ്ടി $11 മില്യൺ ഈ അടുത്തയിടെ കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രായേൽ ക്യാബിനറ്റ് പാസ്സാക്കിയത്. എന്നാൽ റഷ്യയുടെ ഈ പ്രഖ്യാപനം ഈ ക്യാബിനറ്റിൽ വളരെയധികം മ്ലാനത പരത്തിയിട്ടുണ്ട്. റഷ്യ മാത്രമല്ല, ജർമ്മനി, ഇറ്റലി, തുർക്കി, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇവർ ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എല്ലാവരും വിയോജിക്കുകയാണ്. എന്നാൽ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ നെതന്യാഹു മുന്നോട്ട് പോകാനുള്ള തീരുമാനമെങ്കിൽ അതിന് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവും എന്ന് തന്നെയാണ് റഷ്യ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നത്. നെതന്യാഹു രാജ്യവികസനം നടത്താനുള്ള ഈ പുറപ്പാടിൽ ഇനി ഇസ്രായേൽ രാജ്യം തന്നെ ഉണ്ടാകുമോ എന്ന് വരും നാളുകളിൽ നമുക്ക് കണ്ടറിയാം. ഈ വാർത്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.